Hello students, welcome to Online Mathematics Cafe. അപ്പോൾ ഈ വീഡിയോ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ബാങ്കിങ്ങിലെ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. സോണിയ ഹാഡ് എ റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഇൻ എ ബാങ്ക് ആൻഡ് ഡെപ്പോസിറ്റ് ₹600 per month for 2.5 years. If the rate of interest was 10% per annum, then find the maturity value of this account. അപ്പോൾ ഇത് ICSE 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് സോണിയ ഒരു റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. മന്ത്ലി ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് ₹600 ആണ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് പ്രിൻസിപ്പൽ പി എന്ന് പറയുന്നതാണ് 600. ദെൻ ഫോർ 2.5 years ആണ് ഓപ്പൺ ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് എൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യാം, ഇയറിലാണ് തന്നിരിക്കുന്നത്. അത് നിങ്ങൾ മന്തിലോട്ട് കൺവേർട്ട് ചെയ്ത് വേണം എന്നിന്റെ വാല്യൂ എടുക്കാനായിട്ട്. ദെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6 തന്നിട്ടുണ്ട്, 10%. അങ്ങനെയാണെങ്കിൽ മെച്യൂരിറ്റി വാല്യൂ ആണ് കാണേണ്ടത്. അപ്പൊ നമുക്ക് ഏത് ഫോർമുല, ഈ മൂന്നിലെ ഏത് ഫോർമുലയാണ് ബെറ്റർ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്, മെച്യൂരിറ്റി വാല്യൂ ഈക്വൽ ടു MV ഈക്വൽ ടു P ഇൻറ്റു N, PN ഇൻറ്റു 1 പ്ലസ് R ഇൻറ്റു N പ്ലസ് 1 ബൈ 2 ഇൻറ്റു 12 ഇൻറ്റു 100. ഈ ഫോർമുലയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഫോർമുല നമുക്ക് ഇവിടെ കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ഫോർമുല ഇതാണ്, PN ഇൻറ്റു 1 പ്ലസ് R ഇൻറ്റു N പ്ലസ് 1 ബൈ 2 ഇൻറ്റു 12 ഇൻറ്റു 100. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള P എന്ന് പറയുന്നത് ₹600 ആണ്. ദെൻ N എന്ന് പറയുന്നത് 2.5 years ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 year ആകുമ്പോൾ നമുക്കറിയാം 24 ആണ് അല്ലേ, കാരണം 1 year 12 month ആണ്. അപ്പോൾ 2 year ആകുമ്പോൾ 24 ആവും. അപ്പോൾ ഹാഫും കൂടി നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഹാഫ് ഇയറിൽ എത്ര മന്ത് ഉണ്ടായിരിക്കും, 6 month അല്ലേ. അപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ എത്ര മന്ത് ആണ്, 30 month ആണ് സോണിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വെച്ചത്. ഓക്കെ അല്ലേ? അപ്പോൾ N കിട്ടി, P കിട്ടി. ഇനി ഏതാണ്, 6 തന്നിട്ടുണ്ട്, 6 10% ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഫോർമുലയിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ MV കിട്ടും. അപ്പം MV ഈക്വൽ ടു P എന്ന് പറയുന്നത് 600 ഇൻറ്റു N എന്ന് പറയുന്നത് 30 ആണ് ഇൻറ്റു 1 പ്ലസ് R 10 ആണ് ഇൻറ്റു 30 പ്ലസ് 1 31 ബൈ 2 ഇൻറ്റു 12 ഇൻറ്റു 100. ക്ലിയർ അല്ലേ? സബ്സ്റ്റിറ്റ്യൂഷൻ കറക്റ്റ് ആയിട്ട് ചെയ്യാം. ദെൻ 600 ഇൻറ്റു 30 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 18,000. ദെൻ 1 പ്ലസ് ഇവിടെ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാനായിട്ട് ഒരു 0 മാത്രമേ കട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ബാക്കി നമുക്ക് എന്താണ്, ക്യാൻസലേഷൻ നടക്കത്തില്ല. അപ്പം എങ്ങനെ എഴുതാം, 31 ന്യൂമറേറ്ററിലും വരും. 2 ഇൻറ്റു 12 ഇൻറ്റു 10 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, ഒരുമിച്ച് എഴുതുമ്പം 240 എന്ന് കിട്ടും. ഇനി നിങ്ങൾക്ക് ഇവിടെ ബ്രാക്കറ്റ് വേണം ആദ്യം ചെയ്യാനായിട്ട്. അപ്പോൾ LCM കാണുക. LCM എടുക്കുമ്പോൾ 18,000 ഇൻറ്റു 240 പ്ലസ് 31 അല്ലെ. LCM എടുക്കുമ്പോൾ ഇങ്ങനെ വേണം പോവാൻ, ക്രോസ് ചെയ്ത് പോവുക. അപ്പോൾ 1 ഇൻറ്റു 240 പ്ലസ് ഇവിടെ എന്താ ഉള്ളത്, 31 ആണ്. അപ്പോൾ ന്യൂമറേറ്റർ കംപ്ലീറ്റ് ആയി. ഇനി ഡിനോമിനേറ്ററിൽ ആരാണ്, 240. സോ ഇതിനെ എവിടെയോട്ട് കൊടുക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു 18,000 ഇൻറ്റു 240 പ്ലസ് 31 എന്ന് പറയുമ്പോൾ 271 എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ 240. ഇനി നമുക്ക് ക്യാൻസലേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ഒരു 0 നമുക്ക് കട്ട് ചെയ്യാം. ദെൻ 1800 24ൽ ഡിവിസിബിൾ ആണ്. അപ്പോൾ ഇത് തമ്മിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 75 എന്ന് കിട്ടും. ഇനി മൾട്ടിപ്ലൈ ചെയ്യുക, 271ഉം 75ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആൻസർ കിട്ടും റുപ്പീസ് എത്ര വരിക, 20,325. ഇതാണ് നമ്മുടെ ഇതിൻ്റെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയല്ലോ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.